2019 വരെ 2016 തൊട്ട് 2019 വരെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പ്ലസ് ടു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിൽ സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനുകളാണ് ആദ്യം പറയുന്നത്. അപ്പോൾ അവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എ ഡാഷ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ എ ലൂപ്പ് ഫോഴ്സസ് ദി ടെർമിനേഷൻ ഓഫ് ദി ലൂപ്പ്. ഒരു ലൂപ്പിനെ ഫോഴ്സ് ചെയ്ത് ടെർമിനേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ആൻസർ ബ്രേക്ക് സ്റ്റേറ്റ്മെൻ്റ് ആണ് ലൂപ്പിനെ ഫോഴ്സ് ചെയ്ത് ടെർമിനേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ഓപ്പറേറ്റർ ഈസ് ദി അരിത്തമെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. ഇവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിലേതാണ് അരിത്തമെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ? അതിലൊന്ന് നമ്മുടെ ഗ്രേറ്റർ ദാനുള്ള സിമ്പിൾ, ഇതിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് സീൻ്റെ കൂടെ ഉപയോഗിക്കുന്ന സിമ്പിൾ. അടുത്ത = സിമ്പിൾ, +==. ഇതിലേതാണ് അരിത്തമെറ്റിക് അഡിഷനും അസൈൻമെൻറ്റും കൂടെ നടക്കുന്ന ഓപ്പറേറ്റർ ഏതാണ്? += ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് ഇക്വലന്റ് ടു ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് സീരീസ് B = A, A = A+1. അതായത് എയുടെ വാല്യൂ ബിയിലേക്ക് അസൈൻ ചെയ്യുകയും വേണം, അതോടൊപ്പം എയുടെ വാല്യൂ 1 ഇൻക്രിമെന്റ് ചെയ്യുകയും വേണം. അപ്പം അതിന് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ്? നമുക്കറിയാം, ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ ആണ് അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ആ ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ ഈ രീതിയിൽ ഉപയോഗിക്കണം. അതായത് B = A++. അപ്പോൾ എയുടെ വാല്യൂ ബിയിലേക്ക് അസൈൻ ആകുകയും ചെയ്യും, അതിനുശേഷം എയുടെ വാല്യൂ 1 ഇൻക്രിമെന്റ് ആകുകയും ചെയ്യും. B = A++. ഇനി B = എന്ന് നിങ്ങൾ കൊടുത്താൽ എന്ത് സംഭവിക്കും? ++ ആദ്യം ഇട്ട് കഴിഞ്ഞാൽ എയുടെ വാല്യൂ 1 കൂടും, ആ കൂടിയ വാല്യൂ ആയിരിക്കും ബിയിലേക്ക് അസൈൻ ആകുക. നാലാമത്തെ ക്വസ്റ്റ്യൻ, ദ ഇൻപുട്ട് ഓപ്പറേറ്റർ ഇൻ C++ൽ ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഓപ്പറേറ്റർ ഏതാണ്? ഏത് ഓപ്പറേറ്റർ ആണ്? എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ ആയ ഈ സിമ്പിളാണ് നമ്മൾ സിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന സിമ്പിൾ. ഇതാണ് ഇൻപുട്ട് ഓപ്പറേറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് ആൻ ഇൻസേർഷൻ ഓപ്പറേറ്റർ. താഴെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിലേതാണ് ഇൻസേർഷൻ ഓപ്പറേറ്റർ? ഇൻസേർഷൻ ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ സി ഔട്ടിൻ്റെ കൂടെ ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ് ഇൻസേർഷൻ ഓപ്പറേറ്റർ. ആൻസർ ഏതാണ്? ഈ സിമ്പിളാണ് ഇൻസേർഷൻ ഓപ്പറേറ്ററിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത 2 മാർക്കിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനുകളാണ്. 2 മാർക്കിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനുകൾ. അതിൽ ഒന്നാമത്തത്, ഐഡന്റിഫൈ ദ ഫോളോയിങ് C++ ടോക്കൺസ്. അപ്പോൾ ഇവിടെ ടോക്കൺസ് തന്നിട്ടുണ്ട്. ഇതിൽ ഓരോന്നും ഏത് ടോക്കൺ ആണ്, ഏത് കാറ്റഗറിയിൽ പെടുന്നതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. അപ്പം വെൽക്കം എന്നുള്ളത് ഏതായിരിക്കും? സ്ട്രിംഗ് ലിറ്ററലാണ്. ഇൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്ന ടോക്കണിൽ വരുന്നതാണ്. >= എന്ന് പറയുന്നത് ഓപ്പറേറ്റേഴ്സ് ആണ്. അപ്പോൾ വെൽക്കം സ്ട്രിംഗ് ലിറ്ററൽ, ഇൻഡ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ്, >= ഓപ്പറേറ്റർ, ++ എന്നുള്ളതും ഓപ്പറേറ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി മെയിൻ കമ്പോണൻസ് ഓഫ് എ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്? ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റിന്റെ മെയിൻ കമ്പോണൻസുകൾ ഏതൊക്കെയാണ്? ഒരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റിൽ അത്യാവശ്യം വേണ്ടുന്ന കമ്പോണന്റുകൾ ഏതൊക്കെയാണ്? നമുക്കറിയാവുന്നതാണ്, ഒരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ആയാൽ ഇനിഷ്യലൈസേഷൻ വേണം, ടെക്സ്റ്റ് എക്സ്പ്രഷൻ വേണം, ബോഡി ഓഫ് ലൂപ്പ് വേണം, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് വേണം. ഇത്രയും കമ്പോണന്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് എഴുതാൻ സാധിക്കുകയുള്ളൂ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ദി ടൈപ്പ് മോഡിഫയേഴ്സ് ഇൻ C++ൽ ഉപയോഗിക്കുന്ന ടൈപ്പ് മോഡിഫയറുകൾ ഏതൊക്കെയാണ്? ടൈപ്പ് മോഡിഫയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതായത് ഡേറ്റ ടൈപ്പിന്റെ സൈസും അതിന്റെ റേഞ്ചിനും വ്യത്യാസം വരുത്താനാണ് നമ്മൾ ടൈപ്പ് മോഡിഫയേഴ്സ് ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ്? സൈൻഡ്, അൺസൈൻഡ്, ഷോർട്ട്, ലോങ്. അടുത്ത ക്വസ്റ്റ്യൻ, റീറൈറ്റ് ദ ഫോളോയിങ് കോഡ് യൂസിങ് ഫോർ ലൂപ്പ്. താഴെ ഒരു കോഡ് തന്നിട്ടുണ്ട്. ഈ കോഡ് ഫോർ ലൂപ്പ് ഉപയോഗിച്ച് എഴുതുക. ഈ തന്നേക്കുന്ന കോഡ് ഗോ ടു സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചിട്ടാണ് ഈ കോഡ് നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ഫോർ ലൂപ്പിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു ലൂപ്പ് തന്നെയാണ്, കാരണം ഗോ ടു സ്റ്റാർട്ട് അല്ലേ, ഇത് ലൂപ്പ് തന്നെയാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഇതിനെ നമ്മൾ ഫോർ ലൂപ്പിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം, ഫോർ ലൂപ്പ് എഴുതുമ്പോൾ ഫസ്റ്റ് ഫോർ ലൂപ്പിന്റെ സിന്റാക്സിൽ ആദ്യം ഇനിഷ്യലൈസേഷൻ വേണം, പിന്നീട് കണ്ടീഷൻ വേണം, അപ്ഡേഷൻ വേണം അല്ലേ. അപ്പോൾ ഇവിടെ ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്നത് x = 1. ഇവിടെ ഇനിഷ്യലൈസേഷൻ എഴുതി. കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? x <= 50. ഇതാണ് നമ്മുടെ ഇവിടുത്തെ കണ്ടീഷൻ. ഇവിടെ കണ്ടീഷൻ x <= 50 എന്ന് എഴുതി. അപ്ഡേഷൻ എന്ന് പറയുമ്പോൾ x = x+5. ഇവിടെ കൊടുത്തു x = x+5. അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. പിന്നെ നമ്മുടെ ബോഡി എന്ന് പറയുന്നത് cout x ബോഡി ആയിട്ട് കൊടുത്തു. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ 4 കമ്പോണൻസ് ഓഫ് ഫോർ ലൂപ്പ്, ഇനിഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, ബോഡി ഓഫ് ലൂപ്പ്, അപ്ഡേറ്റ് എക്സ്പ്രഷൻ ഇൻ ദി കോഡ് ഗിവൺ ബിലോ. താഴെ തന്നേക്കുന്ന കോഡിൽ ആ ലൂപ്പിലുള്ള ഇത്രയും കമ്പോണന്റുകൾ ഐഡന്റിഫൈ ചെയ്യുക. അപ്പോൾ ഇവിടെ കോഡ് തന്നിട്ടുണ്ട്. ആ കോഡിൽ ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. അപ്പം ഫോർ ലൂപ്പിൽ ആദ്യമുള്ളത്
കൗണ്ട് ഈക്വൽ ടു 1, കൗണ്ട് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ലൂപ്പ് ഇനിഷ്യലൈസേഷൻ, കൗണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n എന്ന് പറയുന്ന ടെക്സ്റ്റ് എക്സ്പ്രഷൻ, സം ഈക്വൽ ടു സം പ്ലസ് കൗണ്ട് എന്ന് പറയുന്നതാണ് ബോഡി, ആ ലൂപ്പിന്റെ ബോഡിയാണ് സം ഈക്വൽ ടു സം പ്ലസ് കൗണ്ട്. അടുത്ത കൗണ്ട് പ്ലസ് പ്ലസ് എന്ന് പറയുന്നത് എന്താണ്? അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലേ. ഈ ലൂപ്പിൽ ഫോർ ലൂപ്പിൽ നമുക്കറിയാം ഇനിഷ്യലൈസേഷൻ വേണം തുടക്കത്തിൽ കൊടുക്കുന്നത്, പിന്നീട് ടെസ്റ്റ് എക്സ്പ്രഷൻ, പിന്നീട് എന്താ കൊടുക്കുക? അപ്ഡേഷൻ, കേളി ബ്രാക്കറ്റിനുള്ളിൽ ബോഡി. അത് മൂന്നും ഇതാ ഇവിടെ ആൻസറിൽ നമ്മൾ കണ്ടു. അടുത്ത 3 മാർക്കിന്റെ ക്വസ്റ്റ്യനുകളാണ് ഈ പരീക്ഷയ്ക്ക് ചോദിച്ചേക്കുന്ന 3 മാർക്കിന്റെ ക്വസ്റ്റ്യനുകൾ. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ റീറൈറ്റ് ദി ഫോളോയിങ് C++ യൂസിങ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഇവിടെ തന്നേക്കുന്ന കോഡ്, ഈ കോഡിനെ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കോഡ് ഇതാണ്. പി കോഡ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ റീഡ് ചെയ്തിട്ടുണ്ട്. പി കോഡിന്റെ വാല്യൂ സി ആണെങ്കിൽ കമ്പ്യൂട്ടർ, എൽസ് ഇഫ് പി കോഡിന്റെ വാല്യൂ എം ആണെങ്കിൽ മൊബൈൽ ഫോൺ എന്ന് പ്രിന്റ് ചെയ്യണം. അതും അല്ല എങ്കിൽ പി കോഡിന്റെ വാല്യൂ എൽ ആണെങ്കിൽ ലാപ്ടോപ്പ് എന്ന് പ്രിന്റ് ചെയ്യണം. ഇതൊന്നും അല്ല എങ്കിൽ ഇൻവാലിഡ് എന്ന് എഴുതണം അല്ലെ. എൽസ് ഇഫിനെ നമുക്ക് സ്വിച്ചിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരാം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എൽസ് ഇഫിന് നമുക്ക് പകരമായിട്ട് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാമെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ആൻസർ നമുക്ക് നോക്കാം. സ്വിച്ച് പി കോഡ് എന്ന് പറയുന്ന വേരിയബിൾ കൊടുത്തു. കേസ് സി ആണെങ്കിൽ കമ്പ്യൂട്ടർ എന്ന് പ്രിന്റ് ചെയ്തു, ബ്രേക്ക് ചെയ്തു. കേസ് എം ആണെങ്കിൽ മൊബൈൽ ഫോൺ എന്ന് പ്രിന്റ് ചെയ്തു, ബ്രേക്ക് ചെയ്തു. കേസ് എൽ ആണെങ്കിൽ ലാപ്ടോപ്പ് എന്ന് പ്രിന്റ് ചെയ്ത് ബ്രേക്ക് ചെയ്തു. ഇതൊന്നും അല്ല എങ്കിൽ എന്താണ്? ഡീഫോൾട്ട്. സ്വിച്ചിൽ വരുമ്പോൾ ഇതൊന്നും അല്ല എന്ന് കാണിക്കാൻ ഡീഫോൾട്ട് ബ്ലോക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സി ഔട്ട് ഇൻവാലിഡ് കോഡ്. അപ്പോൾ എൽസ് ഇഫിലാണെങ്കിൽ ലാസ്റ്റ് വരുന്ന എൽസ് ആണ് ഈ ഒരു കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യാത്തപ്പോൾ വർക്ക് ചെയ്യുന്നത്. സ്വിച്ചിലാണെങ്കിൽ ഒരു കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ ഡീഫോൾട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് C++ കോഡ്. താഴെ കുറച്ച് C++ കോഡ് തന്നിട്ടുണ്ട് കണ്ടോ. റീറൈറ്റ് ദ കോഡ് യൂസിങ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. ഇവിടെയും എൽസ് ഇഫിൽ എഴുതിയേക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. ഇതിനെ സ്വിച്ചിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചേക്കുന്ന വേരിയബിൾ ഏതാണ്? എ എന്ന് പറയുന്ന വേരിയബിൾ ആണ്. എയുടെ വാല്യൂ 1 ആണെങ്കിൽ ബൈനറി ഡിജിറ്റ് എന്ന് ഡിസ്പ്ലേ ചെയ്യണം. എയുടെ വാല്യൂ 0 ആണെങ്കിൽ ബൈനറി ഡിജിറ്റ് എന്ന് ഡിസ്പ്ലേ ചെയ്യണം. 1ഉം 0 അല്ല എങ്കിൽ നോട്ട് എ ബൈനറി എന്ന് ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ ഇതിനെ നമുക്ക് കറസ്പോണ്ടിങ് സ്വിച്ചിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ സ്വിച്ചിൽ നമ്മൾ കൊടുക്കേണ്ടുന്ന വേരിയബിൾ എ എന്ന് കൊടുത്തു. കേസ് 1 ആണെങ്കിൽ ബൈനറി എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നു, ബ്രേക്ക് ചെയ്യുന്നു. കേസ് 0 ആണെങ്കിൽ ബൈനറി എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നു, ബ്രേക്ക് ചെയ്യുന്നു. ഇനി ഇത് രണ്ട് കേസും സാറ്റിസ്ഫൈ ചെയ്തില്ല എങ്കിൽ, കേസ് 1ഉം 0ഉം അല്ല എങ്കിൽ ഡിഫോൾട്ട് ബ്ലോക്ക് നോട്ട് എ ബൈനറി ഡിജിറ്റ് എന്ന് കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റീറൈറ്റ് ദ ഫോളോയിങ് C++ കോഡ് യൂസിങ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്. ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് എഴുതാനാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ തന്നിരിക്കുന്ന കോഡ് സ്വിച്ചിലാണ് തന്നിരിക്കുന്നത്. കോഡ് നോക്കൂ, സ്വിച്ചിലാണ് ഈ കോഡ് തന്നിരിക്കുന്നത്. ആ സ്വിച്ചിൽ തന്നേക്കുന്ന കോഡിനെ ഇഫ് എൽസിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ സ്വിച്ചിനെ നമുക്ക് എൽസ് ഇഫിലോട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ തന്നേക്കുന്ന വേരിയബിൾ ചോയ്സ് എന്നുള്ള വേരിയബിൾ ആണ്. ആ ചോയ്സിന്റെ വാല്യൂ 1 ആണെങ്കിൽ 1 എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നു, ബ്രേക്ക് ചെയ്യുന്നു. ചോയ്സിന്റെ വാല്യൂ 0 ആണെങ്കിൽ 0 എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നു, ബ്രേക്ക് ചെയ്യുന്നു. ഇത് രണ്ടും അല്ല എങ്കിൽ എന്ത് ചെയ്യുന്നു? എൻഡ് ചെയ്യുന്നു, ഡീഫോൾട്ടായിട്ട് എൻഡ് ചെയ്യുന്നു. ഇതിനെ നമുക്ക് എൽസ് ഇഫിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇഫ് ചോയ്സ് ഈക്വൽ ടു 1 ആണെങ്കിൽ എന്തെന്ന് പ്രിന്റ് ചെയ്യണം? 1 എന്ന് പ്രിന്റ് ചെയ്യണം. ഇനി എൽസ് ഇഫ് ചോയ്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ 1 അല്ല 0 ആണെങ്കിൽ എന്തെന്ന് പ്രിന്റ് ചെയ്യണം? 0 എന്ന് പ്രിന്റ് ചെയ്യണം. ഇതൊന്നും അല്ല എങ്കിൽ അടുത്ത എൽസ് എഴുതണം അല്ലേ. എൽസ് സി ഔട്ട് എൻഡ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്വിച്ച് തന്നാൽ എൽസ് ഇഫിലേക്ക് കൺവേർട്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ. കമ്പയർ ദ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ് എൽസ് ഇഫ് ആൻഡ് സ്വിച്ച്. സ്വിച്ചും എൽസ് ഇഫും കമ്പയർ ചെയ്യുക. അപ്പോൾ എൽസ് ഇഫ് എന്ന് പറയുന്നത് എൽസ് ഇഫ് ലാഡർ ആണ്. ഇറ്റ് ഈസ് എ മൾട്ടി ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റ്. എൽസ് ഇഫ് എന്ന് പറയുന്നത് മൾട്ടി ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റ് ആണ്. എനി ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ ക്യാൻ ബി ചെക്ക്ഡ്. ഇവിടെ നമുക്ക് ഏത് തരത്തിലുള്ള ഓപ്പറേഷൻ ചെക്ക് ചെയ്യാൻ സാധിക്കും. വെൻ നോ മാച്ച് ഈസ് ഫൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഇൻ എൽസ് ബ്ലോക്ക് ഈസ് എക്സിക്യൂട്ടഡ്. ഒരു മാച്ചും ഫൗണ്ട് ചെയ്തില്ല, ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല എങ്കിൽ ലാസ്റ്റത്തെ എൽസ് ബ്ലോക്ക് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. ഇനി സ്വിച്ചിന്റെ പ്രത്യേകത എന്താണ്? അതും ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റ് ആണ് സ്വിച്ച്. ഇവിടെ ഒൺലി ഇക്വാലിറ്റി ഓപ്പറേഷൻ ചെക്ക്ഡ്. ഇവിടെ നമുക്ക് ഇക്വാലിറ്റി ഓപ്പറേഷൻ മാത്രം, നമ്മൾ കേസ് 1 അല്ലെങ്കിൽ കേസ് സി, കേസ് എം ഈക്വൽ കണ്ടീഷൻ മാത്രമേ നമുക്ക് സ്വിച്ചിൽ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. വെൻ നോ കണ്ടീഷൻ ഈസ് ട്രൂ, ഒരു കണ്ടീഷനും ട്രൂ ആയില്ല എങ്കിൽ ഡീഫോൾട്ട് ബ്ലോക്ക് എക്സിക്യൂട്ടഡ്. ഇതാണ് എൽസ് ഇഫും സ്വിച്ചും തമ്മിലുള്ള ഡിഫറൻസ്. അടുത്ത ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ അബൌട്ട് നെസ്റ്റഡ് ലൂപ്പ്. നെസ്റ്റഡ് ലൂപ്പിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ.
ലൂപ്പ് ഇൻസൈഡ് ദ ബോഡി ഓഫ് അനദർ ലൂപ്പ് ഈസ് കോൾഡ് നെസ്റ്റിംഗ് ഓഫ് ലൂപ്പ്. ഒരു ലൂപ്പിനുള്ളിൽ മറ്റൊരു ലൂപ്പ് എഴുതിയാൽ, ഒരു ലൂപ്പിന്റെ ബോഡിയിൽ മറ്റൊരു ലൂപ്പ് എഴുതിയാൽ അതിനെ വിളിക്കുന്ന പേരാണ് നെസ്റ്റിംഗ് ലൂപ്പ്. ഇനി നെസ്റ്റഡ് ലൂപ്പ്, ദ ഇന്നർ ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് വിൽ ബി എക്സിക്യൂട്ടഡ് റിപ്പീറ്റ്ലി. അതായത് നെസ്റ്റഡ് ലൂപ്പിൽ ഇന്നർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. എങ്ങനെ വരെ? ആസ് ലോങ് ആസ് ദ കണ്ടീഷൻ ഓഫ് ദ ഔട്ടർ ലൂപ്പ് ഈസ് ട്രൂ. അതായത് കണ്ടീഷൻ ട്രൂ ആകുന്നത് വരെ, ഔട്ടർ ലൂപ്പ് ട്രൂ ആകുന്നത് വരെ ഇന്നർ ലൂപ്പ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഹിയർ ദ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഫോർ ദി ടു ലൂപ്സ് ഷുഡ് ബി ഡിഫറൻറ്റ്. അതായത് ഇന്നർ ലൂപ്പിന്റെയും ഔട്ടർ ലൂപ്പിന്റെയും ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എങ്ങനെയായിരിക്കണം? ഡിഫറൻറ്റ് ആയിരിക്കണം. അതാണ് നെസ്റ്റഡ് ലൂപ്പിന്റെ പ്രത്യേകത. എൻ്റെ സിൻടാക്സ് ആണ് തന്നേക്കുന്നത്. ഒരു ഫോർ ഇനിഷ്യലൈസേഷൻ കണ്ടീഷൻ അപ്ഡേഷൻ, അതിനുള്ളിൽ വീണ്ടും ഒരു ഫോർ ലൂപ്പ് എഴുതിയേക്കുന്നു, അതിനുള്ളിൽ ബോഡി ഇതാ. ഓക്കെ, അപ്പോൾ ഇതാ ഇവിടെ ഒരു ഫോർ ലൂപ്പ് ഉണ്ട്. ആ ഫോർ ലൂപ്പിനുള്ളിൽ വേറൊരു ഫോർ ലൂപ്പ് എഴുതി. ആ ഫോർ ലൂപ്പ് ഇന്നർ ലൂപ്പ് ക്ലോസ് ചെയ്തതിന് ശേഷം ഔട്ടർ ലൂപ്പ് ക്ലോസ് ചെയ്തിരിക്കുന്നു. എക്സാമ്പിൾ, ഒരു ഐ ലൂപ്പ് ഉണ്ട്, അതിനുള്ളിൽ ഒരു ജെ ലൂപ്പ് എഴുതിയിട്ടുണ്ട്. ജെ ലൂപ്പിനുള്ളിൽ ബോഡി കൊടുത്തു. ഇനി ജെ ലൂപ്പ് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ ഐ ലൂപ്പ് ക്ലോസ് ചെയ്തിരിക്കുന്നു. 3 മാർക്കിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് കമ്പയർ ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് ഇൻ സി പ്ലസ് പ്ലസ്. സി പ്ലസ് പ്ലസിൽ ഉപയോഗിക്കുന്ന ബ്രേക്കും കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് പറയാം. ദ സ്റ്റേറ്റ്മെന്റ് കണ്ടിന്യൂ ഈസ് ജമ്പ് സ്റ്റേറ്റ്മെന്റ് യൂസ്ഡ് ഫോർ സ്കിപ്പിംഗ് ഓവർ എ പാർട്ട് ഓഫ് ദി കോഡ് വിത്തിൻ ദി ലൂപ്പ് ബോഡി. അതായത് ലൂപ്പ് ബോഡിയിൽ നമുക്ക് കുറച്ച് പാർട്ട് നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ഐട്രേഷനിലേക്ക് പോകണം. അതിൻ്റെ ഫോഴ്സിങ് ദി നെക്സ്റ്റ് ഐട്രേഷനിലേക്ക് പോകണം. അതിന് വേണ്ടിയാണ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ, നമ്മളിപ്പം ലൂപ്പ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഐയുടെ വാല്യൂ ഒരു 3 ഇനി ആ ബോഡിയുടെ കുറച്ച് പാർട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ട പകരം അടുത്ത ഐട്രേഷൻ ഐയുടെ വാല്യൂ 4 എന്നുള്ള ഐട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ദ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഫോഴ്സസ് ദ ടെർമിനേഷൻ ഓഫ് ദി ലൂപ്പ്. ബ്രേക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആ ലൂപ്പ് ടെർമിനേറ്റ് ചെയ്യാൻ. ദ ബ്രേക്ക് ഇൻ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ട്രാൻസ്ഫർ ദ പ്രോഗ്രാം കൺട്രോൾ ഔട്ട്സൈഡ് ദ സ്വിച്ച് ബ്ലോക്ക്. ബ്രേക്ക് നമ്മൾ സ്വിച്ച് സ്റ്റേറ്റ്മെന്റിൽ ഉപയോഗിച്ചാൽ ബ്രേക്ക് ചെയ്യുമ്പം ആ സ്വിച്ച് ബ്ലോക്കിന്റെ അവസാനം അതിന് പുറത്തേക്ക് കൺട്രോൾ പോകും. When the break statement is encountered in a loop, ഒരു ലൂപ്പിലാണ് നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇറ്റ് ടേക്സ് ദ പ്രോഗ്രാം കൺട്രോൾ ഔട്ട്സൈഡ് ദ ഇമ്മീഡിയറ്റ് എൻക്ലോസിംഗ് ലൂപ്പ്. ഏത് ലൂപ്പിലാണോ, ഇന്നർ ലൂപ്പിലാണ് നമ്മൾ ബ്രേക്ക് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഇന്നർ ലൂപ്പ് ബ്രേക്ക് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ബ്രേക്കിന്റെ വർക്കിംഗ്. 6ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡു കണ്ടിന്യൂ ആൻഡ് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഡിഫർ ഇൻ എ ലൂപ്പ്, എക്സ്പ്ലെയിൻ വിത്ത് ആൻ എക്സാമ്പിൾ. നേരത്തെ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ആ ഒരു എക്സാമ്പിളിനോടൊപ്പം ഡിഫൈൻ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ കണ്ടിന്യൂ ഈസ് എ ജമ്പ് സ്റ്റേറ്റ്മെന്റ് യൂസ്ഡ് ഫോർ സ്കിപ്പിംഗ് ഓവർ എ പാർട്ട് ഓഫ് ദി കോഡ് വിത്തിൻ ദ ലൂപ്പ് ബോഡി ആൻഡ് ഫോഴ്സിംഗ് ദി നെക്സ്റ്റ് ഐട്രേഷൻ. കണ്ടിന്യൂ എന്ന് പറയുന്നത് ഒരു ലൂപ്പിന്റെ കുറച്ച് പാർട്ട് സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ഐട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നത്, അല്ലേ? ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഫോഴ്സ് ദ ടെർമിനേഷൻ ഓഫ് ദി ലൂപ്പ്. ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ലൂപ്പിനെ ടെർമിനേറ്റ് ചെയ്യാൻ. അപ്പോൾ ഞാൻ അടുത്ത എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ ബ്രേക്കിന്റെ എക്സാമ്പിൾ ആണ് തന്നിരിക്കുന്നത്. ബ്രേക്ക് ഐയുടെ വാല്യൂ 3 ആകുമ്പോൾ ബ്രേക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ഐയുടെ വാല്യൂ ഹിയർ ദ വാല്യൂ ഓഫ് ഐ ഈക്വൽ ടു 3. ഐയുടെ വാല്യൂ 3 ആണെങ്കിൽ ദ ലൂപ്പ് വിൽ ടെർമിനേറ്റ്. ദ ഔട്ട്പുട്ട് വിൽ ബി 1 2. ഐയുടെ വാല്യൂ 3 ആകുമ്പോൾ ആ ലൂപ്പേ ബ്രേക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 പ്രിന്റ് ചെയ്യും, 2 പ്രിന്റ് ചെയ്യും. ഇനി 3 മുതൽ അങ്ങോട്ട് പ്രിന്റ് ചെയ്യില്ല. അടുത്ത എക്സാമ്പിൾ കണ്ടിന്യൂവിന്റെ എക്സാമ്പിൾ ആണ്. നോക്കിക്കോണം, കണ്ടിന്യൂവിന്റെ എക്സാമ്പിൾ. അപ്പോൾ ഇവിടെ ഐയുടെ വാല്യൂ 3 ആകുമ്പോൾ കണ്ടിന്യൂ ചെയ്യാനാണ്. 3 മാത്രം സ്കിപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? ഐയുടെ വാല്യൂ 3 ആണെങ്കിൽ അത് എന്ത് ചെയ്യുന്നു? നെക്സ്റ്റ് ഐട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. പക്ഷേ ഔട്ട്പുട്ട് എന്തായിരിക്കും കിട്ടുക? 1 2 4 5 എന്ന് നമുക്കിവിടെ ഔട്ട്പുട്ട് കിട്ടും. കാരണം 3 മാത്രമാണ് നമ്മളവിടെ സ്കിപ്പ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഔട്ട്പുട്ട് ഓഫ് ദി ഫോളോയിങ് C++ കോഡ്, ജസ്റ്റിഫൈ യുവർ ആൻസർ. ഇവിടെ C++ കോഡ് തന്നിട്ടുണ്ട്, അതിന്റെ ഔട്ട്പുട്ട് എന്താണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാം. അപ്പോൾ തന്നേക്കുന്ന ഒരു ഫോർ ലൂപ്പിലാണ് തന്നേക്കുന്നത്. ഫോർ I ഈക്വൽ ടു 1, I ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 പ്ലസ് I, C ഔട്ട് I. ഇഫ് I ഈക്വൽ ടു 3 ബ്രേക്ക്. ഐയുടെ വാല്യൂ 3 ആണെങ്കിൽ എന്ത് ചെയ്യണം? ബ്രേക്ക് ചെയ്യണം, അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 2. ഐയുടെ വാല്യൂ 3 ആകുമ്പോൾ ലൂപ്പ് ബ്രേക്ക് ആവും, പിന്നെ ലൂപ്പ് വർക്ക് ചെയ്യില്ല. അപ്പോൾ when the value of loop variable I equal to 3, the loop will terminate. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ ജമ്പ് സ്റ്റേറ്റ്മെന്റ്സ്, എക്സ്പ്ലെയിൻ അബൌട്ട് എനി 2. 2 ജമ്പ് സ്റ്റേറ്റ്മെന്റിൽ എന്താണെന്നും 2 കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ. എന്തിനാണ് ജമ്പ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നത്? ദ സ്റ്റേറ്റ്മെന്റ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ പ്രോഗ്രാം കൺട്രോൾ ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ് ഈസ് കോൾഡ് ജമ്പ് സ്റ്റേറ്റ്മെന്റ്. ഒരു പ്ലേസിൽ നിന്നും മറ്റൊരു പ്ലേസിലേക്ക് പ്രോഗ്രാം കൺട്രോളിനെ ട്രാൻസ്ഫർ ചെയ്യാനാണ് ജമ്പ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്.
അതിന് എക്സാമ്പിൾ ഒന്നാമത്തെ ഒരു ജമ്പ് സ്റ്റേറ്റ്മെന്റ് ആണ് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ്. ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഒരു ലൂപ്പിനെ ഫോഴ്സ് ചെയ്ത് ലൂപ്പ് ബ്രേക്ക് ചെയ്യാനാണ് നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നത്. ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഫോഴ്സ് ദ ടെർമിനേഷൻ ഓഫ് ദി ലൂപ്പ്. ദ ബ്രേക്ക് ഇൻ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ട്രാൻസ്ഫർ ദ പ്രോഗ്രാം കൺട്രോൾ ഔട്ട്സൈഡ് ദ സ്വിച്ച് ബ്ലോക്ക്. അടുത്തൊരു ജമ്പ് സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ്, യൂസ്ഡ് ഫോർ സ്കിപ്പിംഗ് ഓവർ എ പാർട്ട് ഓഫ് ദി കോഡ് വിത്തിൻ ദി ലൂപ്പ് ബോഡി ആൻഡ് ഫോഴ്സിംഗ് ദി നെക്സ്റ്റ് ഐറ്ററേഷൻ. ലൂപ്പ് ബോഡി സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ഐറ്ററേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ബ്രേക്കും കണ്ടിന്യൂ എന്ന് പറയുന്നത് രണ്ട് ജമ്പ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് കൂടാതെ ഒരു ജമ്പ് സ്റ്റേറ്റ്മെന്റ് ആണ് ഗോ ടു റിട്ടേണും. അടുത്ത 5 മാർക്കിന്, ഇപ്പം 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്തൊരു 5 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് എ C++ പ്രോഗ്രാം ടു എൻ്റർ 10 നമ്പേഴ്സ് ഇൻടു ആൻ അറേ ആൻഡ് ഫൈൻഡ് ദി ലാർജസ്റ്റ് എലമെന്റ്, സെക്കൻഡ് ലാർജസ്റ്റ് എലമെന്റ്. സെക്കൻഡ് ലാർജസ്റ്റ് എലമെന്റ് കണ്ടുപിടിക്കാനുള്ളൊരു പ്രോഗ്രാമാണ്. അപ്പോൾ ആ പ്രോഗ്രാമിൽ നമ്മൾ എന്ത് ചെയ്തു? അറേ ഡിക്ലെയർ ചെയ്തു. എ എന്ന് പറയുന്ന അറേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ലാർജ് എന്ന് പറയുന്ന ഒരു വേരിയബിളും എടുത്തു. SLN സെക്കൻഡ് ലാർജസ്റ്റ് സ്റ്റോർ ചെയ്യാൻ ഒരു വേരിയബിൾ എടുത്തിട്ടുണ്ട്. 10 നമ്പർ, ആദ്യമേ 10 നമ്പർ അരയിൽ റീഡ് ചെയ്തു. ലാർജിന്റെ വാല്യൂ അരയുടെ ആദ്യത്തെ വാല്യൂ ആയിട്ട് സെറ്റ് ചെയ്തു. അടുത്ത പ്രോഗ്രാമിൽ വീണ്ടും നമ്മൾ സെക്കൻഡ് ലാർജസ്റ്റ് കണ്ടുപിടിക്കാൻ ഇരുന്ന ലോജിക്കാണ് ഇവിടെ ഈ പാർട്ടിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഫോർ ലൂപ്പ് എടുത്തു. എ ഓഫ് ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലാർജ് ആണോ എന്ന് ചെക്ക് ചെയ്തു. ലാർജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലാർജ് ആണെങ്കിൽ ലാർജിലേക്ക് ആ എ ഓഫ് ഐ അസൈൻ ചെയ്യണം. സെക്കൻഡ് ലാർജസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ലാർജിലിരിക്കുന്ന പ്രീവിയസ് വാല്യൂ ആയിരിക്കും. അപ്പം ഇവ രണ്ട് ഈക്വൽ വാല്യൂ ആണെങ്കിൽ SL-ലേക്ക് എന്ത് ചെയ്യണ്ട? അസൈൻ ചെയ്യണം. അപ്പം നോട്ട് ഈക്വൽ ടു ആണെങ്കിൽ മാത്രം അസൈൻ ചെയ്താൽ മതി അല്ലേ. അപ്പം എ ഓഫ് ഐ നോട്ട് ഈക്വൽ ടു ലാർജ് ആണെങ്കിൽ SL ഈക്വൽ ടു ലാർജ്, അല്ലെങ്കിൽ ലാർജ് ഈസ് ഈക്വൽ ടു എ ഓഫ് ഐ. എന്നിട്ട് നമ്മൾ ഇനി ലാർജുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് വലുതല്ല എങ്കിൽ ഇത് സെക്കൻഡ് ലാർജസ്റ്റിനേക്കാൾ വലുതാണോ എന്ന് കൂടി ചെക്ക് ചെയ്യണമല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ സെക്കൻഡ് ലാർജസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിനായിട്ട് കമ്പയർ ചെയ്തിട്ട് അങ്ങനെ അതിന് വലുതാണെങ്കിൽ ആ സെക്കൻഡ് ലാർജസ്റ്റിലേക്ക് അസൈൻ ചെയ്തിരിക്കുന്നു. ലാസ്റ്റ് അതിനെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു. ഈ ഒരു പ്രോഗ്രാമാണ് 5 മാർക്കിന് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ക്വസ്റ്റ്യനിൽ ഒരു 5 മാർക്കിൻ്റെ ഒരു പ്രോഗ്രാം ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നീട് കൂടുതലായിട്ട് ചോദിച്ചിരിക്കുന്ന കണ്ടിന്യൂ, ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ്, പിന്നെ അടുത്ത ജമ്പ് സ്റ്റേറ്റ്മെന്റ് അതെന്താണ്, അതിന് എക്സാമ്പിൾ എഴുതാൻ, പിന്നീട് സ്വിച്ചും എൽസിഫും അങ്ങോട്ടും ഇങ്ങോട്ടും കൺവെർട്ട് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളാണ് കൂടുതലും ഈ ചാപ്റ്ററിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത്.